ആണ്. ശരി ശരി, അതെ. അല്ല, നമ്മുടെ ഈ കോഴ്സ് കഴിയുമ്പോൾ താങ്കൾ സ്വന്തമായിട്ട് ഒരു സ്റ്റുഡിയോ നടത്തും. അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി. ഗൂഗിളിന്റെ AI മോഡാണ്. അവിടെ നിന്ന് തന്നെ ഒന്ന് തുടങ്ങാം. ഗൂഗിളിന്റെ AI, അതായത് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, നമ്മൾ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഈ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം, എവിടെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ആശങ്കയുണ്ട്. ഒരു ആശയ ദാരിദ്ര്യം നമുക്കുണ്ട്. ഇത് നമുക്കെന്ന് മാത്രമല്ല, പൊതുവെ ഉള്ള ഒരു കാര്യമാണ്. എന്ത് ചെയ്യണം എന്ന് തീരുമാനം എടുക്കാൻ നമുക്ക് വലിയ ഒരു കാര്യം പഠിച്ചത് എങ്ങനെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ള കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. അതേസമയം ഏതെങ്കിലും ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ, സജീവമായി വളരെ പ്രവർത്തിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവര് ഇതിന്റെ ആപ്ലിക്കേഷൻ അവരുടെ പ്രവർത്തനത്തിൽ എവിടെ കൊടുക്കാമെന്നതിനെ കുറിച്ചുള്ള ചിന്ത വരും. ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മുടെ ശാന്തമ്മ മാഡം ഒരു ബിസിനസിന്റെ സാധ്യത കണ്ടെത്തിയതുപോലെ, നമുക്കൊരു ഏത് രംഗത്താണോ നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആ രംഗവുമായി ഇതിനെ പരമാവധി കണക്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെ കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ ടൂളുകളായിട്ടും അതിന്റെ ഓരോ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, ഇങ്ങനെ പലതും നമ്മൾ പഠിക്കുകയാണ്. ഈ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ, കുറച്ച് ദിവസം എന്ന് മാത്രമല്ല, 1-2 ദിവസങ്ങൾ കഴിയുമ്പോൾ അപ്പാടെ നമ്മൾ മറന്നു പോകും. അപ്പോൾ ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ അത് നമുക്ക് പ്രയോജനപ്രദമാണോ, ഇനി നമുക്ക് ഒരിക്കലും പ്രയോജനപ്പെടുത്താൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്യുക, ഒഴിവാക്കുക, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം കൃത്യമായി അത് നമ്മുടെ ഓർമ്മയിൽ അതുമായി കണക്ട് ചെയ്യുകയും അത് ചെയ്തു നോക്കാനുള്ളൊരു ശ്രമം ഉണ്ടാവുകയും വേണം. ഓക്കെ, അപ്പൊ നമ്മൾ അപ്പൊ അതിന് പറ്റുന്ന രീതി, അത് എങ്ങനെയാണ്, അത് നിങ്ങളുടെ മനസ്സിനകത്തൊരു ആശയം വന്നു കഴിഞ്ഞാൽ ഇത് ഇന്ന രീതിയിൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് ചെയ്യാനുള്ള ഒരു ശ്രമം 1-2 ദിവസത്തിനുള്ളിൽ അത് നോക്കണം. നോക്കിയില്ലെങ്കിൽ വീണ്ടും അത് മറന്നു പോകും. നമ്മളത് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ഷോർട്ട് ടേം മെമ്മറിയിൽ അത് വരികയും ആ ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ അത് നമ്മുടെ ഒരു ലോങ് ടേം മെമ്മറിയിൽ നിൽക്കുകയും പിന്നെ ഏതെങ്കിലും ഒരു സമാനമായ ഒരു സാഹചര്യം വരുമ്പോൾ അത് നമുക്ക് ഈ ടൂൾ നമുക്കെടുത്ത് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഗൂഗിളിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞതിന്റെ തുടർച്ചയാണ് ഗൂഗിൾ AI മോഡ്. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഗൂഗിൾ, എല്ലാവർക്കും വേറെ ഏറ്റവും സുപരിചിതമായ ഗൂഗിൾ. ഈ ഗൂഗിൾ AI മോഡില് നമുക്കൊരു പടം, ഇപ്പോൾ ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എല്ലാവരുടെ കയ്യിലും ക്യാമറയുണ്ട്, ഫോട്ടോ എടുക്കാം. അപ്പോൾ ഒരു ഇമേജ്, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ അല്ലെങ്കിൽ നമുക്കറിയേണ്ട കാര്യങ്ങളുടെ ഒരു ഇമേജ് നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റും, അല്ലേ? ആ ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടാൻ. നമുക്കൊരു പഴം കണ്ടു, ഒരു ചെടിയിലെ പഴം കണ്ടു. ആ പഴം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഗൂഗിൾ AI മോഡിൽ ഒന്ന് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി, കൃത്യമായിട്ട് വരും. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു വിവരണം AI മോഡ് തന്നെ പറഞ്ഞു തരും. ഇനി അതിനെക്കുറിച്ചുള്ള ഇത് എന്ത് കായാണ്, ഇത് ഭക്ഷ്യയോഗ്യമാണോ, ഇതിന്റെ പോഷക ഗുണം എന്താണെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒരു വിവരണം തരും. ഇത് നമ്മുടെ കാലാവസ്ഥയിൽ നട്ടുവളർത്താൻ കഴിയുന്നതാണോ, എങ്ങനെ കൃഷി ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ ആ കാര്യങ്ങളും പറഞ്ഞു തരും. അപ്പോ ഇത് ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു തന്നെയാണ്. ഇത് ഒരു കാർഷിക ഉൽപ്പന്നം മാത്രമല്ല, ഏത് പ്രോഡക്റ്റ് ആയാലും എന്ത് സാധനമായാലും നമ്മളൊരു ഇമേജ് എടുത്ത് ഗൂഗിൾ AI മോഡിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ ഒരു വിവരണം കിട്ടും. നമ്മുടെ എല്ലാ AIകളിലും ഈ സാധനം ഉണ്ട്. ഞാൻ ഈ ഗൂഗിൾ AI കുറിച്ച് പറഞ്ഞു. ഗൂഗിൾ നമുക്ക് സുപരിചിതമാണ്, ഫുൾ ഫ്രീ ആണ്, കൂടുതൽ ആധികാരികമാണ്. ഗൂഗിളിൽ തരുമ്പോൾ കുറച്ച് ആധികാരികത മറ്റേതിനേക്കാളും കൂടുതലാണ്. സോഴ്സ് എവിടെ നിന്നാണ്, ഇതിന്റെ സോഴ്സ് അറിയണമെങ്കിൽ നമുക്കൊരു വിവരം തരുമ്പോൾ ആ വിവരം ഏതിന്റെ സോഴ്സ്, ആതന്റിക് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണോ എന്നുള്ള കാര്യം കൂടെ ഇതിനകത്ത് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കി, ഗൂഗിൾ AI മോഡിനോട് നമുക്ക് മലയാളത്തിൽ ചോദിക്കാൻ പറ്റും, എഴുതിയും കൊടുക്കണ്ട, ചോദിക്കാൻ പറ്റും. അങ്ങനെ ഒരു സൗകര്യവും ഇതിനകത്തുണ്ട്. ഓക്കെ, നമുക്ക് അതൊന്ന് നോക്കിയാലോ. അപ്പൊ ഇതാണ് നമ്മൾ ഗൂഗിൾ. ആ ഗൂഗിളിന്റെ AI മോഡാണ് ഇവിടെ ഈ കാണുന്നത്, ഗൂഗിളിന്റെ AI മോഡ്.
AI മോഡ്. ഈ AI മോഡിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഭാഷ മലയാളത്തിലാണ് എങ്കിൽ നമ്മൾ ആ മലയാള ഭാഷ സെലക്ട് ചെയ്യണം. സ്വാഭാവികമായിട്ടും മിക്കവാറും നമ്മുടെ ഗൂഗിളിന്റെ ഹോം പേജ് ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ മലയാളത്തിലേക്ക് ആക്കണമെങ്കിൽ അതിനെ മലയാളത്തിലേക്ക് മാറ്റണം. ഇനി തമിഴ് ആണെങ്കിൽ തമിഴിലേക്ക് മാറ്റാം. നിങ്ങളുടെ ഏത് ഭാഷയാണെങ്കിലും ഗൂഗിൾ ഓഫർ ചെയ്യുന്ന ഭാഷകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മലയാളത്തിലാണ് മാറ്റുന്നതെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. മലയാളമായി ഗൂഗിളിന്റെ AI മോഡ് മലയാളമായി കഴിഞ്ഞു. അപ്പൊ ഫോൺ അല്പം കൂടെ വലുതാക്കാവോ? ഫോൺ അല്പം കൂടെ വലുതാക്കാവോ? കാണത്തില്ല സാർ. ഇത് ഗൂഗിൾ AI മോഡ് നമ്മുടെ ഗൂഗിൾ തന്നെയാണ്. ഇതിനകത്ത് കൂടുതൽ ഇത്രയൊക്കെ ഓക്കെ. അപ്പൊ ഓക്കെ. അപ്പൊ ഇതിന് ഞാനതിനകത്ത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഈ ഷേപ്പിലായാലേ പറ്റുള്ളൂ. ഓക്കെ. അപ്പോ നമുക്ക് ഒരു പടം ആണ് നമ്മൾ ആ പടത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ഒരു കായ കണ്ടു, ആ കായ എന്താണെന്നൊക്കെ നമുക്ക് അറിയണം. എങ്കിൽ എന്ത് ചെയ്യണം? ഗൂഗിളിന്റെ AI മോഡ് നമ്മൾ എടുത്തു. AI മോഡിലേക്ക് വന്നു. ഇവിടെ നമ്മൾ ഒരു പ്ലസ് മാർക്ക് കണ്ടു. ഒരു പ്ലസ് മാർക്ക്. ഈ പ്ലസ് മാർക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എന്ന് ബോധ്യപ്പെടുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ചിത്രം അപ്ലോഡ് ചെയ്യുക. ഫയൽ അപ്ലോഡ് ചെയ്യാം, ചിത്രം അപ്ലോഡ് ചെയ്യാം. ഒരു ചിത്രം അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സാധ്യമാണ്. മൊബൈൽ ഫോണിൽ ഞാൻ ഉള്ള ഒരു ചിത്രം ഇതിനകത്ത് അപ്ലോഡ് ചെയ്തു. ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. ഈ പണം മാത്രമേ അപ്ലോഡ് ചെയ്തുള്ളൂ. ഒന്നും ചോദിക്കുന്നില്ല. ഞാൻ ഇതിന്റെ സബ്മിറ്റ് ബട്ടൺ, ഈ നീല ബട്ടണിൽ ഈ ആര കാണുന്നു, ഈ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ തിരയുന്നു, ചിന്തിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞത് മലയാളം കുറെ ഇതുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് വരുന്നത്. ആ വെബ്സൈറ്റുകളിൽ നമുക്ക് പോവാം. നമ്മളിതെന്താ ചെയ്യുന്നത്? ഇതിനകത്ത് ആ പടവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് പറയുന്നത് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഇത് ഇംഗ്ലീഷിലാണ് പറയുന്നത്. ഓക്കെ. മലയാളമാണെങ്കിൽ ഇതിനകത്ത് ഇംഗ്ലീഷ് വെബ്സൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങൾ ഇംഗ്ലീഷിലാണ് കാണുന്നത്. ഇതിനെ നമുക്ക് മലയാളമാക്കുന്നതിനോട് വേണ്ടിയിട്ടുള്ള മാർഗം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നു. ട്രാൻസ്ലേറ്റ് കൊടുക്കുക, 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ഭാഷ തിരഞ്ഞെടുക്കുക. അത് മലയാളം ആയി. അത് നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റണമെങ്കിൽ ആ ബട്ടണിൽ തന്നെ ഡിക്റ്റേറ്റ് ലാംഗ്വേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷായി. മലയാളം ആണെങ്കിൽ മലയാളം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മലയാളമായി. ഓക്കെ. അപ്പോ ഇതിനകത്ത് നമ്മളിപ്പോ എന്താ ചെയ്തത്? വേറെ ഒന്നും ചെയ്തില്ല. ആ പടം മാത്രമേ അപ്ലോഡ് ചെയ്തുള്ളൂ. പടം അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ അതെന്താണ് എന്ന് ഉള്ള ഒരു പൊതുവായ കാര്യം നമുക്ക് പറഞ്ഞു തന്നു. ഇത് ഒരു ആത്തപ്പഴമാണെന്നുള്ള കാര്യവും അങ്ങനെയൊക്കെയുള്ള പൊതുവായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഇനി നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടതെങ്കിൽ അതിന്റെ ഉപയോഗം ഇങ്ങനെയൊക്കെയുള്ള കാര്യം അറിയുന്നു. ഇത് നമുക്ക് ഇവിടെ കേരളത്തിൽ കൃഷി ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ കൃഷി രീതി എന്താണ് എന്നുള്ള കാര്യം അറിയണം. അത് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. കാര്യം പൊതുവായ കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗൂഗിൾ AI മോഡ് എടുക്കുന്നു, ക്ലിക്ക് ചെയ്യുന്നു, ചിത്രം അപ്ലോഡ് ചെയ്യുന്നു. ഇതാ ഇവിടെ ഒരു മൈക്ക് ഉണ്ട്. ഈ മൈക്കില് നമുക്ക് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ആ ഗൂഗിളിനെ നമ്മൾ മലയാള ഭാഷയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ മാറ്റിയില്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലായിരിക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അത് ഇംഗ്ലീഷ് ഭാഷയായിരിക്കും പറയുന്നത്. ഇപ്പൊ മലയാളം ആക്കിയത് കൊണ്ട് തന്നെ മലയാളത്തിൽ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ പഴം കേരളത്തിൽ കൃഷി ചെയ്യാൻ കഴിയുമോ? അതിന്റെ കാർഷിക രീതി ഒന്ന് വിശദീകരിക്കാമോ?
പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ പറഞ്ഞതാണ്, ടൈപ്പ് ഒന്നും ചെയ്ത് കൊടുത്തില്ല. പറഞ്ഞപ്പോൾ തന്നെ വോയിസ് ടു ടെസ്റ്റ് അതിനകത്ത് വന്നു. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മറ്റ് AI-കളില് പിന്നെ ടെക്സ്റ്റ് ആക്കണമെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ പോയി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യണം. അതിന്റെ ഒന്നും ആവശ്യമില്ല അല്ലേ? ഇതാ പറഞ്ഞു, തീർച്ചയായും ഈ പഴം സീതപ്പഴം കേരളത്തിൽ കൃഷി ചെയ്യാം. കൃഷി രീതി പറയുന്നു, നടീൽ രീതി എന്ന്, പരിപാലനം, വിളവെടുപ്പ്, സീതപ്പഴം നടീൽ വസ്തുക്കൾ ഓൺലൈനിലും നഴ്സറികളിലും ലഭ്യമാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഇതാവുന്നു അല്ലെ. നമ്മൾ ചോദിച്ചതിൻ്റെ ഉള്ള ഉത്തരം വന്ന്, പിന്നെ അതിനുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റുകളുടെ ലിങ്ക് ഈ ഭാഗത്ത് വന്നു. ഇതുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റുകളുടെ ലിങ്കും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇത് മനസ്സിലായോ? ഈ കാര്യം മനസ്സിലായോ? എല്ലാവർക്കും ഇത് മനസ്സിലായോ? AI മോഡിൽ, ഗൂഗിളിന്റെ AI മോഡിൽ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഇമേജുമായി ബന്ധപ്പെട്ട പൊതുവായ കാര്യങ്ങൾ അത് പറയുന്നു. 2, നമുക്ക് മലയാളത്തിൽ തന്നെ ആ ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് ചോദിക്കാം. ചോദിക്കുമ്പോൾ നമ്മൾ ചോദിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനറേറ്റ് ചെയ്ത് വരുന്നു. മലയാളത്തിൽ ചോദിക്കുകയാണ്, ടെക്സ്റ്റ് ഒന്നും ആക്കിയില്ല. ചോദിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി ഗൂഗിൾ AI മോഡ് വോയിസിനെ ടെക്സ്റ്റ് ആക്കുകയും നമ്മൾ ചോദിച്ച കാര്യങ്ങൾ നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് സംക്ഷിപ്തമായിട്ട് നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു തരികയും ചെയ്തു. ഒപ്പം അതുമായി കണക്ട് ചെയ്തിട്ടുള്ള ആതന്റിക്കേറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റുകളുടെ ലിങ്കുകളും തന്നു. ആധികാരികമായി നമുക്ക് കൂടുതൽ അറിയണമെങ്കിൽ ആ ലിങ്കുകളിൽ പോയി മനസ്സിലാക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാര്യം മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം? നമ്മള് വെണ്ട കൃഷി ചെയ്യുന്നു. വെണ്ട കൃഷിയിൽ ഒരു പുഴു വന്നു. അതിന്റെ പടം എടുത്തു, അപ്ലോഡ് ചെയ്തു. എന്താണ് ഈ പുഴു? ഇതിന് എന്താണ് ജൈവ രീതിയിലുള്ള കീട നിയന്ത്രണ മാർഗങ്ങൾ എന്ന് ചോദിച്ചാൽ മതി. ടൈപ്പ് ഒന്നും ചെയ്ത് കൊടുക്കണ്ട. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ AI മോഡുണ്ട്, അവിടെ അപ്ലോഡ് ചെയ്തിട്ട് ചോദിച്ചാൽ മതി. അപ്പൊ തീർച്ചയായും അപ്പൊ അത് ഇനി നിങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിലാണ് കൃഷി ചെയ്യുന്നത്. അപ്പോ കീടനാശിനി ചിലപ്പോൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ചോദിക്കാം, ഏത് കീടനാശിനി ഉപയോഗിക്കാം? അപ്പൊ ആ കീടനാശിനി പറയും. അത് എന്തെങ്കിലും ആരോഗ്യത്തിനോ ഹാനികരമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരും. ഇനി നിങ്ങളുടെ ഒരു വയറ് ഒരു സാധനത്തിൽ കണക്ട് ചെയ്യണം. അതായത് ഒരു ഡിവൈസിൽ നിന്ന് ഒരു വയറ് വിട്ടുപോയി. വയറില് ചുവപ്പും വെള്ളയും ഉണ്ട്. ചുവപ്പ് വയർ എവിടെ കണക്ട് ചെയ്യണം, വെള്ള വയർ എവിടെ കണക്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിലപ്പോൾ അറിഞ്ഞൂടായിരിക്കും. പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് ഏതാണെന്ന് അറിയില്ല. ആ ഡിവൈസിന്റെ ഏത് ഭാഗത്താണ് കണക്ട് ചെയ്യുന്നത്? നിങ്ങൾ ആ 2 സാധനവും വെച്ചിട്ട് ഇത് ഈ വയറ് ഈ യന്ത്രഭാഗത്തിൽ അല്ലെങ്കിൽ ഈ ഡിവൈസിൽ കണക്ട് ചെയ്യണം. അത് എങ്ങനെ കണക്ട് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയും. അല്ലെങ്കിൽ വെള്ളം എവിടെ കണക്ട് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. ഓക്കെ, നിങ്ങളുടെ മിക്സിയുടെ ജാറ് കംപ്ലൈന്റ് ആയി. ജാറിന്റെ അടിഭാഗം കംപ്ലൈന്റ് ആയി. നല്ല വ്യക്തമായ ഒരു ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ചോദിക്കുക, ഇത് കംപ്ലൈന്റ് ആയി, ഇത് പരിഹരിക്കാൻ പറ്റുന്നതാണോ അതോ പുതിയത് വാങ്ങണമോ? നോക്കിയിട്ട് ഒരു ടെക്നീഷ്യൻ, നമ്മളൊരു ടെക്നീഷ്യന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്താ നോക്കുന്ന? ടെക്നീഷ്യൻ അതെടുത്ത് നോക്കിയല്ലേ ചെയ്യുന്നത്. നോക്കുമ്പോ അറിയാം, ടെക്നീഷ്യന്റെ കാഴ്ചപ്പാടിൽ നോക്കാം നിങ്ങൾ. അപ്പൊ എന്താ നമ്മൾ ചോദിക്കുന്നത്? അപ്പൊ ഇവിടെ ഇത് AI മോഡലോട് മാത്രമല്ല, ഏത് AI ടൂളിനോടായാലും നമ്മൾ ചോദിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, നിങ്ങൾ മിക്സി നന്നാക്കുന്ന ഒരു വിദഗ്ധനാണ്. ആ വിദഗ്ധൻ എന്ന നിലയിൽ ഈ മിക്സിയുടെ ജാറ് എനിക്ക് നന്നാക്കി ഉപയോഗിക്കാൻ പറ്റുമോ അതോ ഇത് ഉപേക്ഷിച്ചിട്ട് പുതിയത് വാങ്ങിക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആ മിക്സിയുടെ ജാറിൽ ഇന്ന ഭാഗത്തൊരു പൊട്ടലുണ്ട്, അത് പരിഹരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ പുതിയത് വാങ്ങുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്തൊരു സ്ക്രൂ ഇളവിയിരിക്കുന്നതാണ്, നിങ്ങളൊരു ടെക്നീഷ്യനെ കണ്ടോ നിങ്ങൾക്ക് തന്നെ ആ സ്ക്രൂ ഇന്ന രീതിയിൽ ആ സ്ക്രൂ മുറുക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയും. ഓക്കെ, നോക്കാലോ. അങ്ങനെ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ.
അതിപ്പോ ഇതിന്റെ കാഴ്ചശക്തി നമ്മുടെ മനുഷ്യന്റെ കാഴ്ചശക്തി പോലെ സൂക്ഷ്മമായ ഒരു കാഴ്ചശക്തിയാണ്. ഒരു ഫോട്ടോഗ്രാഫിയിൽ കിട്ടുന്ന രീതിയിൽ നമ്മളത് ഫോട്ടോ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നോക്കി കാര്യം. ഇനി നിങ്ങളുടെ പിന്നെ ഒരു പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിന്റെ അതിനകത്ത് വളരെ ചെറിയ അക്ഷരത്തിലൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാവില്ല, ഇംഗ്ലീഷിലൊക്കെയാണ്, ബാർകോഡാണ്, അല്ല ബാർകോഡയുള്ള അങ്ങനെയൊക്കെയുള്ള സാങ്കേതികമായ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇത് കൊടുത്തിട്ട് ചോദിച്ചാൽ ഇത് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് പറഞ്ഞു എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞതാണോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കിയിട്ട്. നിങ്ങളൊരു അച്ചാറ് അല്പം പൂപ്പൽ പിടിച്ചു പോയി, സാധാരണ രീതിയിൽ നമുക്ക് ഒരു സംശയം തോന്നുന്നത് പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ വളരെ വ്യക്തമായ ഒരു ഫോട്ടോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക. ഈ അച്ചാർ അല്പം പൂപ്പൽ പിടിച്ചിരിക്കുകയാണ്, ഇത് എന്തെങ്കിലും അപകടമുള്ളതാണോ, ആരോഗ്യകരമാണോ, ഈ പൂപ്പൽ മാറ്റിയിട്ട് കഴിക്കാമോ, അതുകൂടെ കളയണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിദഗ്ധൻ എന്നുള്ള നിലയിൽ ഒരു വിദഗ്ധ ഉപദേശം പോലെ ഇത് നമുക്ക്. ഓക്കെ, ഒരു മരിച്ചിനി കമ്പ് വെട്ടി നട്ടു, മരിച്ചിനിയില്ലേ, കപ്പ കൊള്ളി, ഇത് നടാൻ വേണ്ടി വെട്ടി വെച്ചു. മണ്ടേ അത് മൂടേതാണോ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങളൊരു പിന്നെ ഒരു ചെറിയൊരു മാർക്ക് കൊടുക്കുക, എന്നിട്ട് കൊടുക്കുക ഇതിന്റെ ഏത് ഭാഗമാണ് അതിന്റെ മണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് പറയും, നിങ്ങൾ കൊടുത്ത റെഡ് മാർക്കുള്ള സ്ഥലമാണ് മണ്ണിൽ വരേണ്ടത്. ഓക്കെ, അപ്പൊ ഈ നമ്മുടെ ആവശ്യങ്ങളുമായി ഇതിനെ കണക്ട് ചെയ്യുക, ഉപയോഗിക്കാം. നോക്കാലോ. നമ്മുടെ ചൂല്, വീട് വൃത്തിയാക്കുന്ന ഈർക്കില്ല ചൂലുണ്ടല്ലോ, അതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കെട്ടി വെച്ചിരിക്കുന്ന കെട്ട് പൊട്ടിപ്പോകും. കെട്ടിപ്പോകും, കെട്ടാൻ അറിയില്ല. ഇതെങ്ങനെ കെട്ടാൻ അറിയില്ല. നമുക്ക് അതിലൊരു കയറുണ്ട്, എന്നിട്ട് ചൂലിന്റെ ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് ഇത് പിന്നെ ലളിതമായ രീതിയിൽ വളരെ ബലമായി കെട്ടാനുള്ള ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞുതരും, ചിത്രം കാണിച്ചു തരും, മോഡലുകൾ കാണിച്ചു തരും, ഇതിന്റെ രീതിയിൽ കയർ ഇതുവഴി ഇട്ട് കറക്കും. അപ്പൊ നമ്മുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഈ കാര്യം എന്താ നമ്മളിവിടെ ഗൂഗിൾ AI മോഡിനെ കുറിച്ച് പറയാൻ കാര്യം എന്താ? നമുക്ക് ചിത്രം കൊടുക്കാം, ചിത്രം കൊടുത്തില്ലെങ്കിലും നമുക്കൊരു കാര്യം പറയണമെങ്കിൽ ആ കാര്യം നമുക്ക് ഇതിനകത്ത് പറയാം. പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതനുസരിച്ചിട്ടുള്ള കാര്യം ജനറേറ്റ് ചെയ്ത് തരും. ഓക്കെ, ഇത് ഇത്രയും ക്ലിയർ ആയല്ലോ. ഇപ്പോ നിങ്ങളുടെ മാർഗം എന്ത്? സൂചിയില് നൂല് കുരുക്കണം, പല ശ്രമം നടത്തിയിട്ട് പറ്റുന്നില്ല. അപ്പോ ഈ സൂചിയിൽ നൂല് കുരുക്കാൻ പറ്റുന്നില്ല, എങ്ങനെ എന്താണ് ഒരു മാർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർഗം പറഞ്ഞുതരും. ഓക്കെ, അപ്പോ ഇത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. AI മോഡ് നിർത്താലോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. സംശയം ആർക്കെങ്കിലും? ആർക്കും സംശയമില്ല? ശാന്തമ്മ മാഡം, ഇത്ര സംശയമുണ്ടോ? മുന്നോട്ട് പോട്ടെ സാർ. മുന്നോട്ട് പോകാൻ പറഞ്ഞു. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി. എല്ലാവരും ഒക്കെ കൈയൊക്കെ ഉയർത്തി തംസൊക്കെ കാണിച്ച് നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നുണ്ട്. സന്തോഷകരം. ഓക്കെ, നമുക്ക് ഇതിന് തന്നെ അടുത്ത ഭാഗത്തേക്ക് പറയാം. നമ്മുടെ നേരത്തെ നമ്മുടെ ജോസ് സാറ് പാലയിൽ സ്കൂളില് പ്രസംഗം തയ്യാറാക്കാൻ പറഞ്ഞു കൊടുത്തു അല്ലെ. അപ്പൊ നമ്മളെ പ്രോംപ്റ്റിങ്ങിന് പല മാർഗങ്ങളുണ്ട്. നമ്മൾ ചില മാർഗങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി. അതില് ഈ പ്രോംപ്റ്റിങ്ങില് ഏറ്റവും ലളിതമായ ഒരു മാർഗമാണ് സ്റ്റോറി ടെല്ലിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മാർഗം, കഥ പറയുക. ഒരു പ്രശ്നത്തെ ഒരു കഥയാക്കി മാറ്റി അവതരിപ്പിക്കുക. കഥ പറയുക. സ്റ്റോറി മനുഷ്യന് മറ്റു ജീവികളുമായിട്ടുള്ള വ്യത്യാസങ്ങളിൽ ഏറ്റവും പ്രധാന വ്യത്യാസമായി പറയുന്നത്
മറ്റൊരു ജീവികൾക്കും കഥ പറയാനാവില്ല, മനുഷ്യന് മാത്രമേ കഥ പറയാൻ പറ്റൂ. മനുഷ്യന്റെ ബുദ്ധി വികാസത്തിനുള്ള ഒരു അടിസ്ഥാന കാരണമായിട്ട് പറയുന്നത് മനുഷ്യൻ അറിവുകൾ കൈമാറുന്നത് കഥകളിലൂടെയാണ്. നമ്മുടെ എഴുത്തുപകരണങ്ങളും അക്ഷരങ്ങളും ഒക്കെ വന്നിട്ട് വളരെ കുറച്ച് നാളായിട്ടുള്ളൂ. മനുഷ്യൻ അറിവ് ഉണ്ടാക്കിയ കാലം മുതൽ, ഭാഷ ഉണ്ടായ കാലം മുതൽ ഭാഷ ഉപയോഗിച്ചിരുന്നത് കഥ പറയാനാണ്. കഥയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മതങ്ങൾ മനുഷ്യന്റെ മനസ്സുകളിൽ പിടിച്ചത് ഇങ്ങനെയാണ്, കഥാരൂപത്തിലാണ്. കഥയില്ലാതെ മതമില്ല, മതമില്ലാതെ കഥയുമില്ല, അല്ലെ? അപ്പൊ അത് ഇപ്പൊ രാമായണവും മഹാഭാരതവും ബൈബിളിലെ കഥകളും ഖുറാനിലും ഒക്കെ ഉള്ളത് കഥകളായിട്ടാണ് വരുന്നത്. കൊച്ചു കൊച്ചു കഥ. അപ്പൊ കഥ പറയുക. യുവാൻ ഹാരി എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞന്റെ ചില പുസ്തകങ്ങൾ ഇപ്പൊ വളരെ ഹിറ്റായി. സാപ്പിയൻ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം ബെസ്റ്റ് സെല്ലർ ആയിരുന്നു. ആ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കഥ പറയുക എന്നതാണ്. അതിൽ അദ്ദേഹം പല ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോ ഒരു ദ്വീപിൽ പോയി അവിടെ ഒരു 7 ചിമ്പാൻസികളും 7 മനുഷ്യരും വന്നു. ഈ ചിമ്പാൻസിയും മനുഷ്യനും കൂടെ ഉള്ള ഒരു മത്സരം വന്നു കഴിഞ്ഞാൽ ചിമ്പാൻസി ആയിരിക്കും ജയിക്കുന്നത്. ഉറപ്പായിട്ടും ചിമ്പാൻസി ജയിക്കും, മനുഷ്യൻ നിലംപരിശാക്കും. ഒരു 1000 ചിമ്പാൻസിയും 100 മനുഷ്യനും വന്നു കഴിഞ്ഞാൽ ചിമ്പാൻസി തോക്കും, മനുഷ്യൻ ജയിക്കും. കാരണം ചിമ്പാൻസിക്ക് കഥ പറയാനാവില്ല, മനുഷ്യന് കഥ പറഞ്ഞ് അതിന്റെ കഥാരൂപത്തിൽ ആ പ്രശ്നത്തെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കഥയാണ് പ്രധാനം, അല്ലെ? അപ്പൊ ഒരു ഉൽപ്പന്നം, ആ ഉൽപ്പന്നം ഹിറ്റാവുന്നത് അതിനകത്ത് എന്തുമാത്രം കഥയുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ്. ഇപ്പോ ഡോളറിന് മൂല്യം കൂടുതലും രൂപയ്ക്ക് മൂല്യം കുറവുമാണ്. ഡോളറിന് കഥ പറയാൻ ഒരുപാട് കഥകളുണ്ട്, രൂപയ്ക്ക് അത്രമാത്രം കഥയില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ കഥ ഉണ്ടാക്കുന്ന ആൾ ആയിരിക്കും ഏറ്റവും വലിയ നേതാവ്, ഏറ്റവും കൂടുതൽ കഥ. അപ്പൊ അതായത് കഥ പറയുക എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രശ്നം. ഞാൻ ഈ കഥ പറയുക, കഥയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയല്ല ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നത്. കഥ പറയുന്നത് പോലെ നമുക്ക് എഐയോട് കാര്യങ്ങൾ ചോദിക്കാം. അതിനെയാണ് സ്റ്റോറി ടെല്ലിംഗ് മോഡൽ എന്ന് പറയുന്നത്. നമ്മുടെ സാറ് ഈ പാലയിലെ സ്കൂളിലെ അധ്യാപകന് വേണ്ടി പറഞ്ഞു കൊടുത്ത അത് തന്നെയാണ് കഥ. നമ്മുടെ പ്രശ്നത്തെ ഒരു കഥയായിട്ട് അവതരിപ്പിക്കുന്നു. നമ്മൾ കുറച്ചു മുമ്പ് നമ്മൾ എന്താ ചെയ്തത്? നമ്മൾക്ക് വേണ്ടത് ഒരു ഫോട്ടോ കൊടുക്കുന്നു, ഫോട്ടോ കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഫോട്ടോയുമായി ബന്ധപ്പെട്ട കാര്യം കൊടുക്കുന്നു, വസ്തുത കൊടുക്കുന്നു, അല്ലെങ്കിൽ ആവശ്യം പറയുന്നു. മറ്റൊന്ന് കഥ പറയുന്നു. കഥാരൂപത്തിൽ നമുക്ക് നമ്മുടെ പ്രശ്നം അവതരിപ്പിക്കാം. അപ്പൊ കഥാരൂപത്തിൽ നമ്മൾ എങ്ങനെയാ പ്രശ്നം പറയുന്നത്? നമ്മളെപ്പോഴും സംസാരിക്കുന്നത് കഥയാണ്. നമുക്കൊരു ടാസ്ക് ഉണ്ട്, ദൗത്യമുണ്ട്. ആ ദൗത്യത്തെ നമ്മൾ കഥ പോലെ പറയുന്നു. നിങ്ങളുടെ പ്രശ്നത്തെ ഒരു കഥ പോലെ പറയുന്നു, നിങ്ങളുടെ ആവശ്യത്തെ ഒരു കഥ പോലെ പറയുന്നു, അല്ലെ? നമ്മളൊരു ആളുടെ അടുത്ത് പൈസ കടം വാങ്ങിക്കാൻ പോകുമ്പോ ചെന്ന് എനിക്ക് ഒരു 20,000 രൂപ വേണം എന്ന് പറഞ്ഞ് ആരെങ്കിലും പറയുമോ? എന്തൊക്കെയുണ്ട്, സുഖമാണോ? ഓ, നിങ്ങൾ ഇന്ന് കൂടുതൽ സുന്ദരനായിരിക്കുന്നു. ഓ, വീടൊക്കെ എന്തൊരു ഐശ്വര്യം. ഇന്ന് ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാ വന്നത്. പിന്നെ മോന് ഫീസ് അടയ്ക്കണം, ഒരു 10,000 രൂപയുടെ കുറവ് വന്നു. പിന്നെ അടുത്ത മാസം തേങ്ങ വിറ്റ് പൈസ തരാം, പിന്നെ സഹായിക്കുമോ? ഇതാണ് കഥ. ഈ കഥ രൂപത്തിലല്ലാതെ എനിക്കൊരു 10,000 രൂപ തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരുമോ? യെസ് ഓർ നോ? ആരും ഒന്നും മിണ്ടുന്നില്ല. ഇല്ല. അപ്പൊ കഥാരൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അപ്പൊ നമ്മുടെ പ്രശ്നത്തെ കഥാരൂപത്തിൽ അവതരിപ്പിക്കുക. അപ്പൊ എങ്ങനെ? അപ്പൊ ഇവിടെ എഐയില് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് കഥ പോലെ നമുക്ക് പറഞ്ഞാൽ മതി, അല്ലെ? അപ്പൊ ഗൂഗിൾ എഐ മോഡൽ നമുക്ക് കഥ രൂപത്തിൽ പറയാം, അല്ലെ?
അപ്പൊ നമുക്ക് ഒരു പ്രശ്നത്തെ നമുക്കറിയാവുന്ന ഒരു പ്രശ്നം നമ്മൾ AI മോഡിലേക്ക് വരുന്നു. ഗൂഗിൾ നമ്മുടെ ഭാഷ തിരഞ്ഞെടുത്തു, മലയാളമാണ്. AI മോഡ് എടുത്തു, നമ്മളത് മൈക്ക് എടുത്തു. മൈക്ക് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്താ നമ്മുടെ പ്രശ്നം? അതിനൊരു കഥ ആക്കാം. നമ്മളെ ഉറുമ്പ്. എന്റെ വീട്ടിൽ ധാരാളം ഉറുമ്പുകൾ കയറുന്നുണ്ട്. ഈ ഉറുമ്പുകളെ പ്രതിരോധിക്കാൻ വേണ്ടി, ഉറുമ്പുകളുടെ ശല്യം കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരാമോ? എന്റെ വീട്ടിൽ ധാരാളം ഉറുമ്പുകൾ കയറുന്നുണ്ട്. സ്ലോ ആയതുകൊണ്ട് പോയതാ. എന്റെ വീട്ടിൽ ധാരാളം ഉറുമ്പുകൾ കയറുന്നുണ്ട്. ഈ ഉറുമ്പിന്റെ ശല്യം വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഉറുമ്പിനെ അകറ്റാൻ വേണ്ടിയുള്ള എന്തെങ്കിലും മാർഗം പറഞ്ഞു തരാമോ? പറഞ്ഞു തന്നു. കാണുന്നില്ലേ? കാണുന്നില്ലേ? കാണുന്നു. കാണുന്നുണ്ട്. എന്താ? വിനാഗിരി, കറുവപ്പട്ടയും ഗ്രാമ്പൂ, നാരങ്ങ വീട്, നാരങ്ങ നീര്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചോക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞപ്പോ വീട്ടിലെ പ്രശ്നമാണ്. നമ്മളെ കൃഷി സ്ഥലത്ത് ഉറുമ്പ് വന്ന് ചെടികളുടെ വിത്തൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കില്ല പറയുന്നത്. അപ്പൊ നമ്മൾ കഥ പറഞ്ഞത് കൊണ്ട് ഉറുമ്പിനെ അകറ്റാനുള്ള മാർഗം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു വ്യക്തതയില്ല. എവിടെയാണ് ഉറുമ്പ്, എന്താണ് ഉറുമ്പ് എന്നൊക്കെയുള്ള പ്രശ്നം. അപ്പൊ നമ്മളൊരു കഥ, ഒരു സ്റ്റോറി, ഒരു ടാസ്ക്, നമ്മുടെ ദൗത്യം അതിന്റെ കേന്ദ്ര ബിന്ദുവായി കണ്ടുകൊണ്ട് അതിന്റെ സാഹചര്യങ്ങൾ, ചുറ്റുപാടുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ചുകൊണ്ട് നമ്മൾ എന്താണോ നമ്മൾക്ക് കിട്ടേണ്ട കാര്യം എന്താണോ, നമുക്ക് ചെയ്തു തരേണ്ട കാര്യം അതിനെ ഒന്ന് പൊലിപ്പിച്ചുകൊണ്ട് പറയുമ്പോഴാണ് അതൊരു കഥ ആവുന്നത്. കഥാരൂപത്തിൽ നമുക്ക് നേരത്തെ സാറ് പറഞ്ഞതുപോലെ സ്കൂളിലെ പ്രസംഗത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം ഒരു കഥാരൂപത്തിലാണ് പറഞ്ഞത് അല്ലേ? നിങ്ങളുടെ ഒരു അപ്പൊ അങ്ങനെ ഞാൻ ഈ പറയുന്ന ഗൂഗിൾ AI മോഡ് എന്ന് പറയുന്ന സാധനം AIകളുടെ കാര്യത്തിൽ ഏറ്റവും ദുർബലനും ഏറ്റവും എന്താണ് ശക്തി കുറഞ്ഞതുമായ ഒരു AI ആണ് ഗൂഗിൾ AI മോഡ്. വളരെ ശക്തമായ ഒരു റിസൾട്ടിന് വേണ്ടി, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഈ AI മോഡ് എടുക്കില്ല. വളരെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യം. നമ്മളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകണമല്ലോ. ഓരോ ഘട്ടമായിട്ട് നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ആ ലേണിംഗ് കൃത്യമായ രീതിയിൽ നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റോറി ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഗൂഗിൾ AI മോഡില് വോയിസ് രീതിയിൽ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ആ പ്രോംപ്റ്റ് എടുക്കുന്ന സമയം ഒരു പരിമിതമായ ചെറിയൊരു സമയമാണ്. അപ്പൊ നമ്മൾ ഒരു വാക്ക് പറഞ്ഞ് ആലോചിച്ച് അടുത്ത വാക്ക് പറയുന്നതിനിടയിൽ നമ്മൾ ആദ്യം പറഞ്ഞ വാക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനറേറ്റ് ചെയ്ത് തരും. അപ്പൊ വളരെ വേഗത്തിൽ കാര്യങ്ങൾ പറയണം. നമ്മൾ പതുക്കെ ആലോചിച്ച് പറയുകയാണെങ്കിൽ ആലോചിച്ച് പറയേണ്ടത്, നമ്മൾ ATM-ൽ പോയി പൈസ എടുക്കാൻ പോകുമ്പോൾ ഉള്ള പ്രശ്നം അറിയാലോ. അതിന്റെ ഒരു ടൈം ഔട്ട് ആവും. അതുപോലെ ഇതിനകത്ത് ടൈം ഔട്ട് ആവും. പ്രോംപ്റ്റിന് ഒരു ടൈം ഉണ്ട്. ആ ടൈം കഴിയുമ്പോൾ നമ്മൾ കിട്ടിയ പ്രോംപ്റ്റ് വെച്ച് കാര്യങ്ങൾ ജനറേറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പോ ഗൂഗിൾ AI മോഡ് നിങ്ങളുടെ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ വെച്ചിട്ട്
നിങ്ങൾ അത് ഉപയോഗിച്ച് നോക്കുക. ഗൂഗിൾ AI മോഡ് ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ? പറഞ്ഞോ? പറഞ്ഞു തന്നിട്ടുണ്ട്. പറഞ്ഞല്ലോ. ഓക്കെ. അതായത് നമുക്ക് ഒരു ഇമേജും ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഹാൻഡ് റൈറ്റിംഗ് എഴുതി ഒരു സാധനം അപ്ലോഡ് ചെയ്തിട്ട് അതിനെ ടെക്സ്റ്റ് ആക്കി മാറ്റാം. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതെല്ലാം ഓർമ്മയിൽ വേണം. അങ്ങനെ ഗൂഗിൾ AI മോഡ് എന്ന് പറയുന്ന ഗൂഗിളിന്റെ പൂർണ്ണമായും സൗജന്യമായി, മറ്റൊരു AI ടൂളുകളും പൂർണ്ണമായും സൗജന്യമല്ല, എല്ലാം ഫ്രീ. ഒരു സംശയം കൂടി, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന്റെ ഇപ്പൊ ടെക്സ്റ്റ് മെസ്സേജ് അല്ലേ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, വോയിസ് മാറ്റാൻ പറ്റുമോ? അങ്ങനെ വോയിസിന് ഇല്ല 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 അല്ലേ? ഓക്കെ. അത് നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് തന്നെ നമ്മള് കയ്യെഴുത്ത് ഒരു മാനുസ്ക്രിപ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ AI മോഡ് ടെക്സ്റ്റ് ആയിട്ട് മാറ്റിത്തരും. ടെക്സ്റ്റ് ആയിട്ട് മാറ്റണമെന്ന് മാത്രമല്ല, കയ്യെഴുത്ത് സാധനത്തെ ട്രാൻസ്ലേറ്റ് ചെയ്തും തരും. ഓക്കെ ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഞാൻ അതിന്റെ ഒരു സാധ്യത കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഇത് നമ്മൾ മലയാളമാണ്. ഒരു മിനിറ്റ്. അതിനകത്ത് നമുക്ക് ഒരു ഇമേജിനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഞാനൊരു ചൈനീസ് ഒരു ചൈനീസ് ആയിട്ടുള്ള ചൈനയിലെ ഒരു നോട്ടീസാണ്. ഇതിനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം, വിവർത്തനം ചെയ്തു തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനതാ മലയാളത്തിലാക്കി തന്നു അല്ലേ? അപ്പോ ഏത് ഭാഷയിലുള്ള ഒരു നോട്ടീസോ അങ്ങനെയൊക്കെയുള്ള ഏത് സാധനമാണെങ്കിലും നമുക്കതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നു. ഇനി നമുക്ക് ഇതിനെ ഇവിടെ നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത് ടെസ്റ്റ് ആയിട്ട് കോപ്പി ചെയ്യാം. ആ ചൈനീസ് സാധനത്തെ ടെസ്റ്റ് ആയിട്ട് കോപ്പി ചെയ്യാം. ഇനി നമുക്ക് വായിച്ച് കേൾക്കണമെങ്കിൽ ഇവിടെ കേൾക്കുക എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് വായിച്ച് കേൾപ്പിച്ചു തരും. ബാറ്ററി ഉപയോഗ മുന്നറിയിപ്പ്. തെറ്റായ ബാറ്ററി മാറ്റിസ്ഥാപിക്കൽ ചോർച്ചയ്ക്കോ സ്ഫോടനത്തിനോ കാരണമായേക്കാം. പൊട്ടിത്തെറിക്കാനും വ്യക്തിപരമായ പരിക്കേൽക്കാനും സാധ്യതയുണ്ട്. തെറ്റായ തരം ബാറ്ററി ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നത് തീപിടുത്തത്തിനോ സ്ഫോടനത്തിനോ കാരണമായേക്കാം. നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതമായി ബാറ്ററി ശരിയായി. അപ്പോ നമുക്ക് ഗൂഗിൾ AI മോഡല് നമുക്ക് കാര്യങ്ങൾ വായിച്ചു തരാനും പറ്റും. ഇനി നിങ്ങൾ ഒരു പത്രം വായിക്കുന്നതിന് പകരം പത്രത്തിൽ ഒരു വാർത്ത ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് ഗൂഗിൾ AI മോഡൽ കൊടുത്തു കഴിഞ്ഞാൽ വായിച്ചു. നിങ്ങളുടെ വരുന്ന പത്രത്തിന്റെ ഒരു ഭാഗം വായിക്കണം. അല്ലെങ്കിൽ ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു ഹെഡിങ് കണ്ടു, അത് നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ആ കാര്യം അറിയണമെന്നുണ്ട്. ആ ഇംഗ്ലീഷ് പത്രത്തിന്റെ ആ വാർത്ത ഫോട്ടോ എടുത്ത് ഗൂഗിൾ AI മോഡൽ കൊടുത്തു. AI മോഡൽ കൊടുത്തിട്ട് അതിനകത്ത് നിങ്ങൾ മലയാളത്തിൽ നിങ്ങൾ വായിക്കാൻ മെനക്കെടാൻ വയ്യ. എന്ത് ചെയ്യണം? അതിനെ സെലക്ട് ചെയ്തിട്ട് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് മോഡ് വരും. വോയിസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ആദ്യം, അപ്പൊ അതൊന്ന് വായിച്ചു തരും. ഓക്കെ, അപ്പോ നമുക്ക് ഈ ഗൂഗിൾ AI മോഡ് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു നോട്ടീസിനെ, ഒരു പോസ്റ്ററിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, ഒരു ഹിന്ദിയിലെ ഒരു പോസ്റ്റർ വന്നു, ആ ഹിന്ദിയിലെ പോസ്റ്ററിനെ നമുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മളെ മില്ലറ്റ് ഖാദർ ബാലി കുറെ നല്ല ഹിന്ദി പോസ്റ്ററുകൾ തന്നു. ആ പോസ്റ്റർ നിങ്ങൾ മലയാളത്തെ പോസ്റ്ററുകളാക്കി നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കൊടുക്കണം, അല്ലെങ്കിൽ അതിന്റെ പ്രിന്റ് എടുത്ത് വയ്ക്കണം. ഗൂഗിൾ AI മോഡിൽ കൊടുത്തിട്ട് അത് AI മോഡ് ആ ഹിന്ദി പോസ്റ്ററിന്റെ ആ ഹിന്ദി അക്ഷരങ്ങളെ മലയാള അക്ഷരങ്ങളാക്കി മാറ്റി തരും. അപ്പൊ ഈ സെലക്ഷൻ ഒന്നും കാണില്ല, ഇതൊക്കെ അങ്ങ് മാറും. അത് വായിക്കാൻ വേണ്ടി ആ സെലക്ട് ചെയ്യുന്ന അതിന് വേണ്ടി അങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഗൂഗിൾ AI മോഡിനോട്
ഗുഡ് ബൈ പറയാം? പറയാലോ? ക്വിക്ക് റെസ്പോണ്ടൻസ് സാർ, നമ്മുടെ സ്റ്റുഡിയോ സാബു സാർ പറയാമല്ലോ? ഓക്കെ സാറേ, ഇത് പടം ഫോട്ടോ സാർ കേൾക്കാമോ? കേൾക്കാം, പറയൂ സാർ പറയൂ. ഈ പടം അപ്ലോഡ് ചെയ്യുന്ന എങ്ങനെയാണ്? വേറെ പത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഇതില്? ശരി ശരി, അതെ, ഒന്ന് ശ്രദ്ധിക്കൂ. ചോദിച്ചത്, നമ്മളൊരു പത്രത്തില് ഒരു പരസ്യം കണ്ടു. ആ കണ്ട പരസ്യം നിങ്ങളുടെ ഫോണിൽ ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ക്യാമറ, നിങ്ങളുടെ ഫോണിൽ അത് സേവ് ആവുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഗൂഗിൾ AI മോഡിലേക്ക്, പിന്നെ ഗൂഗിൾ AI മോഡ് ഓപ്പൺ ചെയ്ത് അവിടെ ഇതാ അപ്ലോഡ് ചെയ്യാം. എളുപ്പമാർഗമല്ലേ? അതൊന്നും അല്ല എങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാർഗം, നിങ്ങൾ ഫോട്ടോ എടുക്കുന്നു, നിങ്ങളുടെ ക്യാമറയിൽ തന്നെ ആ ഫയലിൽ നിന്ന് അമർത്തുമ്പോൾ ഒരു ലിങ്ക് ബട്ടൺ വരും. ആ ലിങ്ക് ബട്ടൺ വരുമ്പോൾ ആ ലിങ്കില് നിങ്ങൾ അത് എവിടെ ഓപ്പൺ ചെയ്യണമെന്ന് ചോദിക്കും. ചാറ്റ് GPT ഉണ്ടെങ്കിൽ ചാറ്റ് GPT, ജെമിനി, നിങ്ങളുടെ ഗൂഗിൾ, വാട്സാപ്പ്, അപ്പോൾ അതിൽ ഗൂഗിളും കാണും. അവിടെ നിന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ഇത് ഗൂഗിളിൽ ഓപ്പൺ ആവും. ഓക്കെ, അതായത് നിങ്ങൾ ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോ എവിടെയാണ്? നിങ്ങളുടെ ഫോൾഡറിൽ, ഫയലിൽ, നമ്മുടെ ഫോണിലെ ഫയലുണ്ട്. ഫയലിന്റെ ചിത്രം കാണുന്ന ഒരു ഫോൾഡർ ഉണ്ട് അല്ലെ? ഒരു ഫോൾഡർ, ഫയൽ എന്നായിരിക്കും അതിനകത്ത് എഴുതിക്കുന്നത്, ഒരു ഫോൾഡറിന്റെ ചിത്രം. അതിനൊന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ഈ നമ്മളെടുത്ത ഫോട്ടോയുടെ ചിത്രം അവിടെ കാണും. ഓക്കെ, ആ ചിത്രത്തിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ, ഒന്ന് അമർത്തുമ്പോൾ അതിനകത്തൊരു ലിങ്ക് ബട്ടൺ കാണും. ആ ലിങ്ക് ബട്ടൺ വെച്ച് എവിടെ എടുക്കണമെന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ ആവും. അതൊരു മാർഗം. ഇത് നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷനായിട്ട് തോന്നുകയാണ് എങ്കിൽ ഏറ്റവും എളുപ്പമാർഗം എന്താണ്? നിങ്ങൾ ഗൂഗിൾ അറിയാമല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ അറിയാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ ഗൂഗിൾ അറിയാം. ഫോണിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫോണിലെ ഗൂഗിളിൽ പോയി ഗൂഗിൾ AI മോഡ് എന്ന് അമർത്തുമ്പോൾ അറ്റാച്ച് ഫയൽ എന്ന് ചോദിക്കും. ആ ചോദിക്കുന്ന ഭാഗത്തൊന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ നിങ്ങളുടെ ഫയലുകളുടെ ഒരു ലിസ്റ്റ് അവിടെ കാണിക്കും. ക്യാമറയിലോ അല്ലെങ്കിൽ റീസണിലോ സ്ക്രീൻ ഷോട്ടായിട്ടാണെങ്കിൽ സ്ക്രീൻ ഷോട്ടായിട്ട്, അല്ലെങ്കിൽ ക്യാമറ ആണെങ്കിൽ ക്യാമറ, അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ചിത്രം എവിടെ വന്നു കഴിഞ്ഞു? നിങ്ങളുടെ AI മോഡിൽ വന്നു കഴിഞ്ഞു. ഇനി നിങ്ങളിത്, ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഇത് പറയാനായത് കൺഫ്യൂഷൻ, ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പറയുമ്പോൾ ഇതെന്തിനോ ഭയങ്കര സംഭവമായിട്ട് തോന്നും. ചെയ്തു നോക്കുമ്പോൾ വളരെ ഈസിയാണ്. ഇനി നിങ്ങൾക്ക് ഇന്ന് നാളെയോ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ രാംകിരണിന്റെ നമ്പർ ഉണ്ട് നമ്മുടെ ഇതില്. ആ രാംകിരണിന്റെ നമ്പറിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ രാംകിരൺ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അപ്പോൾ ഉള്ള കാര്യം പറഞ്ഞു തരും. ഓക്കെ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ രാംകിരനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. രാംകിരണിന് പരാതി ആരും രാംകിരണിനെ വിളിക്കുന്നില്ലെന്നാണ്. ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ സാർ, മനസ്സിലായോ സാർ? സാബു സാർ മനസ്സിലായോ? മനസ്സിലായിട്ടോ? അല്ല, മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ചോദിക്കാം. അല്ല, കുഴപ്പമില്ല, മനസ്സിലായി. ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. ഓക്കെ, രാംകിരനെ വിളിച്ചിട്ടും കാര്യം കൃത്യമായിട്ടില്ലെങ്കിൽ നിങ്ങളൊരു വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ അങ്ങോട്ട് വിളിക്കാം, തിരിച്ചു വിളിച്ചോളാം. ഓക്കെ. അപ്പോ നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പഠിച്ചു. പ്രോംപ്റ്റിന്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്, കഥ പറയുന്ന രീതിയിൽ കാര്യം പറയുക. കഥ പറയാൻ ആരെയും പഠിപ്പിക്കേണ്ട കാര്യമല്ല. നിങ്ങൾക്ക് നന്നായിട്ട് പൊടുപ്പും തൊങ്ങലും ഒക്കെ വെച്ച് കഥ പറയാൻ അറിയാം. ആ രീതിയിൽ വളരെ സംക്ഷിപ്തമായിട്ട് ഒരു 4-5 സെന്റൻസുകളിൽ നിങ്ങളുടെ പ്രശ്നം ഒരു കഥാരൂപത്തിൽ പറഞ്ഞാൽ മതി. എന്ത് പ്രശ്നമായ ഞാൻ പൗഡർ ആണ് ഇടുന്നത്.
പൗഡറുകൾ, പലതരത്തിലുള്ള പൗഡറുകൾ ഉപയോഗിച്ചിട്ടും എനിക്ക് വേണ്ട സൗന്ദര്യം ലഭിക്കുന്നില്ല. പൗഡറിന് പകരം കൂടുതൽ സൗന്ദര്യാത്മകമാവാൻ പറ്റുന്ന എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറഞ്ഞു തരും. എന്ത് ചോദിച്ചാലും അതിനെല്ലാം ഉത്തരം പറയും. ഓക്കെ, അപ്പോ അടുത്ത ഭാഗത്തേക്ക് പോവാമല്ലോ. പോട്ടോ? അറിയാം നിങ്ങൾ എത്ര ഓർഗനൈസ്ഡ് ആണെന്നുള്ളത്. 2 ആഴ്ചക്ക് മുമ്പ് എന്നോട് പറഞ്ഞ കാര്യം തന്നെ ഇപ്പൊ സാറ് പറഞ്ഞപ്പോ. നമുക്ക് 28 പേരുണ്ട്. ഞാൻ ഈ പറഞ്ഞതിനോട് വിയോജിപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും കാര്യത്തോട്? പൊതുവായ കാര്യമല്ല, ഇതൊരു തിയറിയാണ്, ലോകത്തെ മാറ്റിമറിക്കുന്ന ഒരു തിയറിയാണ്. ഈ 7+or-2 അനുസരിച്ചാണ് അമേരിക്കയിലെ പുസ്തകങ്ങളെല്ലാം തയ്യാറാക്കുന്നത്. സിനിമാ പോസ്റ്ററുകൾ തയ്യാറാക്കുന്നത് 7+or- തിയറിയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് സിനിമാ പോസ്റ്ററുകൾ ആകർഷകമാകുന്നത്, അല്ലേ? അവിടെ ഒരു 2-3 ആൾക്കാരുടെ ഒരു സിനിമയിലെ ചിത്രം കാണിക്കണമെങ്കിൽ 2-3 ആൾക്കാരെ കാണുള്ളൂ. അല്ലാതെ വലിയൊരു മാസിനെയൊക്കെ കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടും ഒരു മാസമൊക്കെ വരാം, അതല്ല ഒരു ചിത്രത്തില് ഡീറ്റെയിൽ ചെയ്യപ്പെടുന്നത്. അതേസമയം ഒരു നാടകത്തിന്റെ പോസ്റ്റർ നമുക്ക് ആകർഷണമായിട്ട് തോന്നുന്നത്. കാരണം എന്താ? നാടകത്തിലെ സർവ്വ നടന്മാരുടെയും പടങ്ങൾ എടുത്തു വയ്ക്കും, ഒപ്പം കട്ടം വലിക്കുന്ന ആളുടെയും പടം കാണും, അവരെല്ലാം എടുത്തുന്ന കഴിഞ്ഞു. അപ്പൊ എന്താ പോസ്റ്ററിന്റെ ആകർഷകത്വം, അല്ലേ? ഒരു പോസ്റ്ററിന്റെ നോട്ടീസിന്റെ കണ്ടന്റിൽ ഈ 7+or-2 അടിസ്ഥാനപ്പെടുത്തി ആണെങ്കിൽ അത് ആകർഷകമായിരിക്കും, ഏത് കാര്യമായാലും. നമ്മുടെ വീട്ടിലെ മുറികൾ എത്രയാ? ഒരു 10-15 മുറിയൊക്കെ ഉള്ള വീടാണെങ്കിൽ ആ വീട് മാനേജ് ചെയ്യാൻ പറ്റില്ല, അല്ല 5 റൂമൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, ഏത് കാര്യമായാലും. നിങ്ങളുടെ ഡ്രസ്സ് നമുക്കൊരു 8 ജോഡി ഡ്രസ്സൊക്കെ കാണും, അത് നമ്മൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യും. ഒരു 10-15 ജോഡി ഡ്രസ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ജോഡി ഏതൊക്കെ ഡ്രസ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക, നമ്മൾ സ്ഥിരം ഓഫീസിലും എവിടെയെങ്കിലും ഒക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 ജോഡി ഡ്രസ്സ് ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ഡ്രസ്സുകളെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കാണില്ല. പിന്നെ ഈ സാരിയൊക്കെ വാങ്ങുന്നവർ വാങ്ങി അടിക്കൊക്കെ വെക്കും, ചുരിദാറൊക്കെ സെറ്റപ്പായിട്ട് വെച്ചിരിക്കും. പക്ഷെ അതൊന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല. ഒരു 7-8 ചുരിദാർ, ഒരു അടുത്തൊരു സെറ്റ് ചുരിദാർ മാറ്റുമ്പോൾ നിലവിലുള്ള ചുരിദാർ ആർക്കെങ്കിലും കൊടുക്കുകയോ ഡൊണേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മാറ്റിക്കളയുകയോ ചെയ്യുക. നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ നല്ല ഗംഭീരമായി നിങ്ങൾക്ക്. ഓക്കെ, എല്ലാ കാര്യത്തിലും ഇത് ബാധകമാണ്. നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ കമ്പ്യൂട്ടറിന്റെ ഡെസ്ക്ടോപ്പിൽ നിങ്ങൾക്ക് ഒരു 7-8 ഫോൾഡറുകളാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് കമ്പ്യൂട്ടർ മാനേജ് ചെയ്ത് ഉപയോഗിക്കുന്ന ആളായിരിക്കും. ഒരു 10-100 ഡെസ്ക്ടോപ്പ് ഫയലുകൾ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്ന ആളല്ല. അപ്പൊ എന്താ, നമ്മുടെ ഫയലുകളെ 7-8 ഫോൾഡറുകളാക്കി വെക്കുന്നു. ആ ഓരോ ഫോൾഡറിനകത്തും ഒരു 5-6 സബ് ഫോൾഡർ, ആ സബ് ഫോൾഡറിനകത്ത് 3-4 ഫോൾഡറുകൾ. ഇതാണ് സിസ്റ്റം. നമ്മള് ചന്ദ്രനില് അല്ലെങ്കിൽ ചൊവ്വയിലൊക്കെ പര്യവേഷണം നടത്തുന്ന യന്ത്രങ്ങൾ തയ്യാറാക്കുമ്പോൾ പോലും ഈ 7+or-2 പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എന്തെങ്കിലും ആർക്കും ഒന്നും ചോദിക്കാനില്ല? ശാന്തമ്മ മേഡം ഉണ്ടോ? പോയി. ഉണ്ട്. ഓക്കെ. ഹലോ. ഹലോ, പറയൂ. ശാന്തമ്മയുണ്ട്. ഉണ്ട്. നമ്മൾ ക്ലാസ് കഴിഞ്ഞു, ക്ലാസ് കൺക്ലൂഡ് ചെയ്യണം. ഹലോ.